ജോധ ജ്യേഷ്ഠനെ കാണുന്നതിൽ നിന്നും ആർക്കും തടയാൻ സാധിക്കില്ല. ഞാൻ തടയും ജോധയെ. കാവൽക്കാരനെ പോലെ ഞാൻ വാതിൽക്കൽ കാവൽ നിൽക്കും. കുറച്ചു ദിവസം കൂടിയല്ലേ ഉള്ളൂ. വിവാഹം പൂർണ്ണമാവാനായി. വിവാഹം കഴിഞ്ഞാൽ ജോധ നമ്മളെ വിട്ട് ദൂരെ പോകാൻ പാടില്ല. ജോധ, അവൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടാവും. ജോധ, കരയാൻ പാടില്ല. വരൂ. ഇരിക്കൂ. രാജകുമാരിയിൽ നിന്നും മഹാറാണിയാകാൻ പോവുകയാണ് എന്റെ ജോധ. പുതിയ ജീവിതം ആരംഭിക്കുന്നത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണോ ജോധ? ഞാൻ എവിടേക്കും പോകുന്നില്ല അമ്മേ. മതി മതി മതി, കരയണ്ട. ഇതെന്ത് രീതിയാണ് അമ്മേ? ഭർത്താവിന്റെ ഗൃഹത്തിലേക്ക് പോകാനായി സ്വന്തം ഗൃഹം എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കേണ്ടി വരുന്നത്? കുട്ടിക്കാലത്തെ ഓർമ്മകൾ മറക്കേണ്ടി വരുന്നു. ഭർത്താവിന്റെ സ്നേഹം ലഭിക്കുന്നതിന് സ്വന്തം അച്ഛനമ്മമാരെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആദ്യത്തെ പെൺകുട്ടി അല്ല ജോധ നീ. എല്ലാ പെൺകുട്ടികളും സ്വന്തം വിവാഹത്തിന് മുമ്പ് അമ്മയോട് ഇതേ ചോദ്യമാണ് ചോദിക്കാറ്. അമ്മയുടെ ഉത്തരവ് തന്നെയായിരിക്കും. കാരണം ഇത് ഈ ജീവിതത്തിലെ നിയമമാണ്. ദൈവത്തിന്റെ തീരുമാനപ്രകാരം അച്ഛനമ്മമാർക്ക് പെൺകുഞ്ഞിനെ നൽകി ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നൽകുന്നു. അതുപോലെ അവളെ അകറ്റിക്കൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ നിസ്സഹായ അവസ്ഥയും നൽകുന്നു. നിനക്കറിയാമോ ജോധ, കഴിഞ്ഞ എത്രയോ രാത്രികളായി നാം ഉറങ്ങാറേയില്ല. നിന്റെ ചിന്തകൾ നമ്മെ അലട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ കുമാരനെ കണ്ടതു മുതൽ നമ്മുടെ ആശങ്കകളെല്ലാം മാറി. ഇപ്പൊ നമുക്ക് വിശ്വാസമായി. നമ്മുടെ മകൾ ജീവിതകാലം മുഴുവൻ സന്തോഷമായിരിക്കുമെന്ന് വിഷമിക്കരുത്. തീരത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ നൗകയെ ഉപേക്ഷിച്ചേ മതിയാവൂ. തീരത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നൗകയെക്കുറിച്ച് ആരും ചിന്തിക്കാറേയില്ല. നിനക്ക് നിന്റെ തീരം ലഭിക്കാൻ പോവുകയാണ് ജോധ. നീ നോക്കിക്കോളൂ. ഞങ്ങളെ എല്ലാവരെയും മറന്നുപോകുന്ന വിധത്തിൽ നിനക്ക് സൂര്യമാന്റെ കൊട്ടാരത്തിൽ അത്രയധികം സന്തോഷമാവും ലഭിക്കുക. എന്റെ ജോധയുടെ സന്ദേശവും കാത്ത് ഞങ്ങൾ ഇവിടെ ഇരിക്കും. സന്ദേശം അയക്കുന്നതിന് മുൻപ് നാം സ്വയമായി ഇങ്ങോട്ട് വരുന്നതാണ് മാതാശ്രീ. മതി മതി. ഇത് നോക്കൂ, ഇവിടെ യാത്രയപ്പിന്റെ അഭ്യാസം നടക്കാൻ പോവുകയാണ്. ഇത് കണ്ണീരൊഴുക്കാനുള്ള സമയമല്ല, സന്തോഷിക്കാനുള്ള സമയമാണ്. അതെയോ? നിനക്ക് വലിയ സന്തോഷമാണല്ലോ. പിന്നെ സന്തോഷിക്കാതെ? ഇപ്പൊ എല്ലാ സാധനങ്ങളിലും, എല്ലാ വസ്ത്രങ്ങളിലും, എല്ലാത്തിലും അധികാരം എനിക്കാകുമല്ലോ. ഇനി എന്നിൽ നിന്നും ജോധ ജ്യേഷ്ഠത്തിക്ക് ഒന്നും തട്ടിയെടുക്കാനാകില്ലല്ലോ. ആരോ പറഞ്ഞത് ശരിയാണ്. ഏതൊരു വസ്തുവും നഷ്ടപ്പെട്ടതിനു ശേഷം അതിനെക്കുറിച്ചുള്ള നഷ്ടബോധമുണ്ടാകുന്നു. ഇതേ അനുഭവം തന്നെയാണ് ഭൈറാം ഖാൻ പോയതിനു ശേഷം ജലാലിനും അനുഭവപ്പെട്ടത്. പെട്ടെന്ന് തന്നെ ദില്ലിയിൽ നിന്നും ആഗ്രയിലേക്ക് തിരികെ വന്നു. ജലാലിന് തീരുമാനിക്കാനാകുന്നില്ലായിരുന്നു ഭൈറാം ഖാനു ശേഷം ആ സ്ഥാനം ആർക്കാണ് നൽകുക എന്നത്. പ്രഭോ,
രജപുത്രർ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നോ ഭൈറാം ഖാൻ രാജധാനിയിൽ നിന്നും പോയി എന്ന? മാത്രവുമല്ല ഇപ്പൊ അവരുടെ നോട്ടം ആഗ്രയിലും ഡൽഹിയിലുമാണ്. സാഹചര്യം നമുക്ക് വിപരീതമാകുമോ എന്നാണ് പേടി. എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു, ഇനി നമ്മോടൊപ്പം ഉണ്ടാവുക തന്നെ ചെയ്യും. നാം ആഗ്രഹിക്കുന്നത് എത്രയും വേഗം ഖാൻ ബാബയ്ക്ക് പകരക്കാരനെ കണ്ടെത്തണമെന്നാണ്. ആരെങ്കിലും ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കണം. ഭൈറാം ഖാന്റെ സ്ഥാനത്ത് ആരാകും വരിക? ആ തീരുമാനം ജലാലിന് വളരെ പ്രയാസമേറിയതായിരുന്നു. എന്നാൽ മറുഭാഗത്ത് മഹാമംഗ തക്കം പാർത്തിരിക്കുകയായിരുന്നു. കാരണം അവരുടെ ഉദ്ദേശ്യമായിരുന്നു രാജധാനിയിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കുക എന്നത്. സ്വന്തം ലക്ഷ്യം പൂർത്തിയാക്കാനായി അവർ ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഷംസുദ്ദീന് ബൈറാം ഖാന്റെ സ്ഥാനം നൽകിയാൽ നമ്മുടെ ശക്തി ദുർബലമാകും. നാം അത് ആഗ്രഹിക്കുന്നില്ല. പിന്നെ അവിടെ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? അഥവാ നിങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാകുകയാണെങ്കിൽ നമുക്കും നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പക്ഷെ അത് സാധ്യമാണോ? അതിനായി എന്തെങ്കിലും ഉപായമുണ്ടോ അവിടുത്തെ ബുദ്ധിയിൽ? ഒരു വഴിയുണ്ട്. എല്ലാം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. എന്ത് കാര്യത്തിലാണ് നാം എല്ലാവരെയും വിളിച്ചു കൂട്ടിയതെന്ന്. ഖാൻ ബാബ പോയതിനു ശേഷം ആ സ്ഥാനത്ത് ആരാണ് വരേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം അറിയണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പറയൂ. എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ആ സ്ഥാനത്തിന് വളരെ യോഗ്യനാണെന്നാണ്. ആമീൻ 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 അമീൻ ആമീൻ ആമീൻ. എല്ലാവർക്കും അത് സമ്മതമാണെങ്കിൽ അങ്ങനെ ആകട്ടെ. പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ഷേൻഷാ. നാം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. തടസ്സപ്പെടുത്തിയതിൽ ക്ഷമിക്കുക. മഹാമംഗ സഭയിൽ ഒരു കാര്യം പറയാൻ പോകുന്നു. എന്നാൽ രാജസദസ്സിൽ സ്ത്രീകൾ അഭിപ്രായം പറയുന്നത് മുഗൾ സംസ്കാരത്തിന് ചേരുന്നതല്ല. അത് ശരിയാണ്. ഇങ്ങനെയുള്ള അവസരത്തിൽ സ്ത്രീകൾ അഭിപ്രായം പറയാൻ പാടില്ല. പക്ഷെ ഇതുമാരും മറക്കരുത്, മഹാമംഗ നമ്മുടെ ഉമ്മയെ പോലെയാണെന്ന്. ഒരിക്കലും ഒരു സാഹചര്യത്തിലും സ്വന്തം ഉമ്മയുടെ അഭിപ്രായം കേൾക്കുന്നത് തെറ്റാകുകയില്ല. പറഞ്ഞാലും എന്താണ് പറയാനുള്ളത്? ഇതിൽ യാതൊരു സംശയവുമില്ല ഷേൻഷാ. ഷംസുദ്ദീന് അർഹതയുണ്ട്. അദ്ദേഹം വളരെ കഴിവുറ്റ ആൾ തന്നെയാണ്. പക്ഷെ നമുക്ക് തോന്നുന്നത് എന്തെന്നാൽ അഥവാ നമ്മൾ ഇയാൾക്ക് ആ പദവി നൽകിയാൽ അദ്ദേഹത്തിന്റെ ജോലിഭാരം വർദ്ധിക്കുന്നതാണ്. പിന്നീട് ഇതെല്ലാം ഒരുമിച്ച് നിർവഹിക്കുന്നത് ഇദ്ദേഹത്തിന് പ്രയാസമേറിയതായിരിക്കും. അതിനാൽ നമുക്ക് തോന്നുന്നത് മറ്റാർക്കെങ്കിലും ഈ അവസരം നൽകണമെന്നാണ്. എങ്കിൽ ജോലിയും നടക്കുന്നതാണ്, പിന്നെ രാജ്യകാര്യങ്ങളും ഭംഗിയായി നടക്കുന്നതാണ്. അപ്പോൾ അവിടുത്തെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഈ സ്ഥാനം ഏൽപ്പിക്കാൻ സാധിക്കുന്ന? അങ്ങനെയൊരു ധീരൻ മുഗൾ വംശത്തെയും രാജധാനിയെയും രണ്ടിനെയും സംരക്ഷിക്കാൻ സാധിക്കുന്ന. അത്യാവശ്യം എന്താണ്? അവിടുന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. ഖാൻ ബാബയ്ക്ക് മാത്രം പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ് അവിടുന്ന് ഇപ്പോൾ പറഞ്ഞത്. നമ്മുടെ അഭിപ്രായം ഇതാണ്: എപ്പോഴാണോ ശരിയായ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അതുവരെ ആ സ്ഥാനം അവിടുന്ന് അലങ്കരിക്കണമെന്നാണ്. ക്ഷമിച്ചാലും ഷേൻഷാ, നാം അങ്ങ് നൽകിയ ആദരവിന് നന്ദിയുള്ളവളാണ്. പക്ഷെ നാം ആ സ്ഥാനത്തിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണോ ബഹദൂർ ഖാൻ പറഞ്ഞത് അതുപോലെ മുഗൾ സംസ്കാരത്തിൽ സ്ത്രീകൾ സ്ഥാനം വഹിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ ഈ സഭയിൽ വെച്ച് അങ്ങ് നമ്മെ ക്ഷണിച്ചതിന് നന്ദി. നമുക്ക് ആ വിശ്വാസം തന്നെ ഇല്ലാതാക്കാം. പിന്നെ എന്താണ് ബുദ്ധിമുട്ടുള്ളത്? പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. നാം ആ സ്ഥാനത്തിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഷേൻഷാ. അപ്പോൾ മറ്റാരെങ്കിലും ഉണ്ടോ അവിടുത്തെ മനസ്സിൽ ഈ സ്ഥാനത്തിന് അർഹനായത്? എപ്പോഴാണോ ആ സദസ്സിൽ വെച്ച് ഷംസുദ്ദീന്റെ പേരവർ പറയുന്നത്, നാം അതിനെ എതിർക്കും. നിങ്ങളെല്ലാവരും നമ്മോടൊപ്പം ഉണ്ടാകണം. മനസ്സിലായില്ലേ? അയാൾ ബഹദൂർ ഖാനാണ്. അയാൾ നമ്മുടെ ശത്രുവാണ്.
നമുക്കതറിയാം. ബഹദൂർ ഖാനുമായി ഒരുപാട് പേർ സൗഹൃദത്തിലാണ്. മിയ ഖാൻ, സുൽത്താൻ ഹുസൈൻ ജലീൽ, മുഹമ്മദ് അമീൻ ദിവാന എന്നിവരും തന്നെ നമുക്കെതിരാണ്. അഥവാ ബഹദൂറുമായി ഇവരെല്ലാവരും ഒത്തുചേർന്ന് കഴിഞ്ഞാലോ? ഉറപ്പായും ഒന്നു ചേരുന്നതാണ്. ആരാണോ ശത്രു അയാളെ മിത്രമാക്കി മാറ്റേണ്ടതാണ് ഈ മുഗൾ സംസ്കാരത്തിൽ. അവിടെ നിന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? അങ്ങനെ ചിലത്. അതിലൂടെ ശത്രുക്കൾ പോലും മിത്രമായി മാറുന്നതാണ്. മഹാമംഗയ്ക്കറിയാം ബഹദൂർ ഖാൻ അവർ പറഞ്ഞതെല്ലാം കേട്ടുവെന്ന്. പറയൂ വല്യുമ്മ, ആരുടെ പേരാണ് അവിടുത്തെ മനസ്സിലുള്ളത്? ബഹദൂർ ഖാൻ. ബൈറാം ഖാന് ശേഷം ഇദ്ദേഹം മാത്രമേ ഉള്ളൂ മുഗൾ നിയമങ്ങൾ നന്നായി അറിയാവുന്നത്. പിന്നെ മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും മികച്ച അറിവുമുണ്ട്. മഹാമംഗ അതാണ് ചെയ്തത്, ആരും ചിന്തിക്കുക പോലും ചെയ്യാതിരുന്നത്. ബഹദൂർ ഖാനെ ഭൈറാം ഖാന്റെ സ്ഥാനത്ത് കൊണ്ടുവന്നതിലൂടെ ശത്രുക്കളെ സ്വന്തം ഭാഗത്തേക്കായി. അള്ളാ, ആശംസകൾ. ബഹദൂറും അയാളുടെ ആളുകളും മഹാമംഗയുടെ അഭിപ്രായം മാനിച്ചു. ബഹദൂർ ഖാന് ഭൈറാം ഖാന്റെ സ്ഥാനം ലഭിച്ചു. വെറും സ്ഥാനം മാത്രം. എന്നാൽ ആ സ്ഥാനത്തിന്റെ ശക്തി മഹാമംഗയുടെ കയ്യിലുമായിരുന്നു. പിന്നെ മഹാമംഗയുടെ മകൻ ആദം ഖാൻ സ്വന്തം അമ്മയുടെ ഈ ശക്തിയെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി. ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ ഭർത്താവ് ഇബ്രാഹിമിനെ നഷ്ടപ്പെട്ട ഭക്ഷിഭാനുവിന്റെ കണ്ണുനീർ വറ്റുന്നതേയില്ലായിരുന്നു. അവർ അവരുടെ ജ്യേഷ്ഠനായ ജലാലിനെ കാണാനായി ആഗ്രയിലേക്ക് വന്നു. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതിന്റെ ഇക്ക? എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇവളെ കിടപ്പറയിലേക്ക് കൊണ്ടുപോകൂ റുഖ്യ. ഇന്നു മുതൽ ഇവൾ നമ്മോടൊപ്പം താമസിക്കും, ഇവിടെ നമ്മുടെ പരിരക്ഷയിൽ. പക്ഷി ബാനുവിന് സംഭവിച്ചത് നന്നായില്ല ഉമ്മ. ഇബ്രാഹിമിന് ലോകം വിട്ടു പോകാനുള്ള പ്രായമായില്ലായിരുന്നു. നമ്മുടെ സഹോദരി ഇനി എങ്ങനെയാണ് ഈ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് കഴിയുക? അഥവാ ഭക്ഷിഭാനുവിന് ഒരു നിക്കാഹ് കൂടി നടത്തുകയാണെങ്കിൽ അത് നമ്മുടെ മകൻ ആദമുമായി എങ്കിൽ എത്ര നന്നായിരിക്കും. ഇന്ന് നാം ജലാലിന്റെ വളർത്തമ്മയാണ്. ഈ നിക്കാഹ് കഴിഞ്ഞാൽ ശരിക്കും ബന്ധുവായി മാറും. ഈ നിക്കാഹ് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും തന്നെ നമ്മുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കും. ജലാൽ അഥവാ അങ്ങ് സമ്മതം നൽകുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നാം എത്ര തവണ പറഞ്ഞതാണ് വല്യുമ്മ, അവിടത്തേക്ക് നമ്മോട് എന്തെങ്കിലും പറയുന്നതിന് സമ്മതം നൽകേണ്ട ആവശ്യമില്ല. പറയൂ. ഇബ്രാഹിമിന്റെ മയ്യത്ത് കഴിഞ്ഞിട്ട് 6 മാസം പിന്നിട്ടിരിക്കുന്നു. ആചാരത്തിന്റെ എല്ലാം സമയം കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് ഭക്ഷിഭാനുവിനെ വീണ്ടും നിക്കാഹ് കഴിപ്പിച്ചുകൂടാ? നാം അവിടുന്ന് പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. നമുക്ക് എത്രയും വേഗം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഇനി ഈ തീരുമാനം ആദമിന് അനുകൂലമായാൽ മാത്രം മതി.
ആദം ഭക്ഷിഭാനുവിന് യോജിച്ചവനാണെന്ന് ജലാൽ സമ്മതിച്ചാൽ മതി. പിന്നീട് മഹാമംഗയുടെ ആജ്ഞ സദസ്സിൽ മാത്രമല്ല മുഴുവൻ രാജ്യത്തും മാനിക്കപ്പെടും. കണ്ടോ? കൊള്ളാം. കണ്ടില്ലേ ജ്യേഷ്ഠ, ദേ പോയിരിക്കുന്നു അങ്ങയുടെ ഒരു നാണയം കൂടി. ഇപ്പോൾ അങ്ങയുടെ തോൽവി സുനിശ്ചിതമാണ്. കണ്ണടച്ചിങ്ങനെ സ്വപ്നം കാണുന്നത് നല്ല കാര്യമല്ല അനുജത്തെ. നമ്മുടെ അവസരം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് സംസാരിക്കാം. നാളെ രാജപുരോഹിതൻ വരുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ജ്യോഥയുടെ വിവാഹ ചടങ്ങുകൾ പൂർത്തിയാകും. അതിനുശേഷം അവളുടെ ഓർമ്മകൾ മാത്രമേ ഉണ്ടാകൂ. അവളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ജ്യേഷ്ഠൻ. നോക്കൂ, മറ്റെല്ലാ ജോലികളും ഉപേക്ഷിച്ച് ജ്യോഥയെ സന്തോഷത്തോടെ കാണാൻ ശ്രമിക്കുകയാണ്. പലപ്പോഴും സമയം എല്ലാ പേർക്കും ഒരുപോലെ ആയിരിക്കുന്നതാണ്. പക്ഷേ നമുക്ക് തോന്നുന്നത് പെൺകുട്ടികളുള്ള ഗ്രഹങ്ങളിലെല്ലാം സമയം കുറച്ച് വേഗത്തിൽ സഞ്ചരിക്കുമെന്നാണ്. നമ്മുടെ ജ്യോഥ എപ്പോഴാണ് ഇത്രയും വലുതായതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ കൊള്ളാം, നമ്മൾ ജയിച്ചു ജയിച്ചു. ജ്യേഷ്ഠ, അങ്ങ് ചെയ്തത് ശരിയായില്ല. നമ്മെ സന്തോഷിപ്പിക്കാനായി അങ്ങ് മനഃപൂർവ്വം തോറ്റു അല്ലേ? നിരപരാധികളായ ആളുകളെ കളിപ്പാവയാക്കി സ്വന്തം ലക്ഷ്യം നേടാൻ നോക്കുകയാണ് മഹാമംഗ. ഇതാദ്യമായാണ് മുഗൾ വംശത്തിന്റെ സഭയിൽ ഒരു സ്ത്രീയുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നത്. നമ്മൾ മഹാമംഗയെ സൂക്ഷിച്ചേ മതിയാകൂ. അവിടുന്ന് ഭയക്കുന്നത് എന്തിനാണ് റുക്കിയ ബീഗം? അവിടുന്ന് റാണിയല്ലേ? പക്ഷെ അവർക്ക് ഉമ്മയുടെ സ്ഥാനമാണ് ഷെഹൻഷാ നൽകിയിരിക്കുന്നത്. ഓർക്കുക, ഏതൊരു പുരുഷനും സ്വന്തം ഭാര്യയുടെ അഭിപ്രായത്തിലുപരി സ്വന്തം അമ്മയുടെ അഭിപ്രായമായിരിക്കും വിലപ്പെട്ടത്. നമുക്ക് മഹാമംഗയുടെ കുബുദ്ധിയും അവരുടെ ചതിയും ദിവസം കഴിയും തോറും വർദ്ധിച്ചു വരുന്നതായാണ് തോന്നുന്നത്. പ്രണാമം റാണി. അവിടുന്ന് നമ്മെ വിളിപ്പിച്ചിരുന്നോ? വരൂ വരൂ. അതെന്തെന്ന് വെച്ചാൽ കുറെ നാളുകൾക്ക് ശേഷം അവിടത്തോടൊപ്പം ചതുരംഗം കളിക്കാൻ ഒരു മോഹം തോന്നി. അതുപോലെ തന്നെ അന്നത്തെ കളി അപൂർണമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടത് പൂർത്തിയാക്കിക്കൂടാ? ആജ്ഞ പോലെ റാണി. അവിടത്തെ ഓർമ്മിപ്പിക്കുകയാണ് റാണി. കേളി അവിടത്തേതാണ്. ഓർമ്മയുണ്ട്, കഴിഞ്ഞ തവണ അവിടുന്ന് അങ്ങനെ ഒരു നീക്കമാണ് നടത്തിയത്. അതിനുള്ള പരിഹാരം ചിന്തിക്കാൻ നമുക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. അവിടുത്തെ നീക്കങ്ങൾ വളരെ നല്ലതായിരുന്നു. ക്ഷമിച്ചാലും മല്ലിക, നമുക്ക് മനസ്സിലായില്ല. ബഹദൂർ ഖാൻ, അവിടുത്തെ പകരക്കാരൻ. നാം കേട്ടത് അവിടുത്തെ പകരക്കാരനാണെന്നാണല്ലോ. അവിടുത്തെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു. നാം മുഗൾ വംശത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് റാണി. പിന്നെ വംശത്തിന്റെ ശക്തി വർദ്ധിക്കണമെങ്കിൽ എതിരായി പോകുന്നവരെയും ഒപ്പം നിർത്തിയേ മതിയാകൂ. നീക്കം ചതുരംഗത്തിലായാലും യുദ്ധത്തിലായാലും സ്വന്തം ശിരസ് സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. നാം അത് നന്നായി മനസ്സിലാക്കുന്നു റാണി. അവിടുന്ന് സ്വന്തം മകന് വേണ്ടി അതെല്ലാം മറന്നുപോകുന്നു. ആദം ഖാൻ ജലാലിന്റെ വല്യക്കയാണ്. അഥവാ ആദം ഖാന്റെ പേര് വന്നാൽ ഒപ്പം തന്നെ ഷെഹൻഷായുടെ പേര് പ്രകാശഭരിതമാകും. പിന്നെ ഇതൊരു വെല്ലുവിളിയാണ് റാണി. ഇത്രയും വേഗം വെല്ലുവിളിയോ? കൊല്ലുന്നതിന് അവിടത്തേക്ക് വളരെ തിടുക്കമാണെന്ന് തോന്നുന്നു. തിടുക്കം നമുക്കല്ലായിരുന്നു റാണി, അവിടത്തേക്കായിരുന്നു.
ഒരു റാണിയാണ് അവിടുന്ന് വകവരുത്തിയത്. ഇത് വെറുമൊരു കേളിയാണ് റാണി. വിശ്വസിച്ചാലും നാം ഒരിക്കലും ആഗ്രഹിക്കില്ല റുഖിയ ബീഗത്തെ ആരെങ്കിലും വകവരുത്തണമെന്ന്. ജലാൽ നമ്മെ വല്യമ്മ എന്നാണ് വിളിക്കുന്നത്. വാക്കു നൽകുകയാണ് ജലാലിനോടും ജലാലിന്റെ ബീഗത്തോടും എപ്പോഴും നമ്മൾ വിശ്വസ്തയായിരിക്കുമെന്ന്. ഇന്ന് അവിടത്തോട് നാം പറയാൻ ആഗ്രഹിക്കുകയാണ്, നാളെ നമ്മുടെ വിശ്വസ്തതയുടെ തെളിവ് എല്ലാവർക്കും ലഭിക്കുന്നതാണ്.